പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ പാടും നിന്നകതാരിലനോ ഗ്രേഹം വാഴും ശ്രീ യേശുവിനെ ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. പാടും ഞാനേശുവിന് ജീവൻ പോവോൾ നന്ദിയോടെ, ജീവൻ പോവോളും നന്ദിയോടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ലതും വിലയേറിയതുമായ സന്ധ്യാവേളയ്ക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമേറിയ നിമിഷം കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അല്പം നമുക്ക് നെറ്റിൻ്റെതായ പ്രോബ്ലം ഉണ്ടായി എങ്കിലും കൃപയാലെ കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഒത്തുകൂടുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് ഈ ദൂരത്തും ചാരത്തുമായി ഫേസ്ബുക്ക് ലൈവിലൂടെയും സൂം പ്ലാറ്റ്ഫോമിലൂടെയും തുടർന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഇതര മീഡിയകളിലൂടെയൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യാവേളയെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന സന്ധ്യാവന്ദനങ്ങളെ ചൊല്ലുന്നു. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ അതോടൊപ്പം ഞങ്ങളുടെ സ്നേഹത്തെയും ആമേൻ നന്ദിയെയും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇത്രത്തോളം അനുഗ്രഹീതമായ നിലയിൽ നടക്കുവാൻ വലിയവനായ ദൈവം സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് ആമേൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് കുട്ടി PC നമ്മളോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വിലപ്പെട്ട കർത്താവിന്റെ ദാസൻ തക്ക സമയത്ത് നമ്മോടൊത്ത് ജോയിൻ ചെയ്യുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യാവേളയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്തദാസനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കും മുൻപായിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഈ സന്ധ്യാസമയം ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദാന്തിക്ക് അടുത്ത് വരികയാണ്. കർത്താവേ, ഈ ജീവിതത്തിൽ ദൈവമേ അനേക അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കർത്താവേ, ഓരോ ജീവിതങ്ങൾക്കും അതൊരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്തദാസന്റെ സാക്ഷ്യം അനേക ഹൃദയങ്ങളിലേക്ക് എത്തട്ടെ കർത്താവേ. അനേകർക്ക് ഇതൊരാശ്വാസവും കർത്താവെ വിടുതലുമായി മാറട്ടെ. ജീവിതത്തിന്റെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും അവരുടെ നിരാശവേളകളിലും സംശയങ്ങളിലും എല്ലാറ്റിനും ഉത്തരം നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഓരോ വ്യക്തികളെയും കാലാകാലങ്ങളിൽ വിളിച്ചു വേർതിരിച്ചു അവിടുത്തെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായിട്ട് കണ്ടെത്തി അവിടുത്തെ മഹത്വം തങ്ങളിൽ ഓരോരുത്തരിലും വെളിപ്പെടുത്തി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ അഭിഷിക്തനെ കുടുംബമായി സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഉപയോഗിക്കണമേ. ദൈവനാമ മഹത്വം എടുക്കുവാൻ ഇടയാക്കണം. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. തുടർന്നും മറ്റു മീഡിയകളിലൂടെയൊക്കെ ഈ സാക്ഷ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവയുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെല്ലാം കൂടെ ഇരുന്ന് സഹായിച്ചാട്ടെ. നന്മകളാൽ നിറയ്ക്കണമേ കർത്താവെ. ഞങ്ങളുടെ നെറ്റ്വർക്ക് ഒരു വിധത്തിലും പ്രശ്നം ഉണ്ടാക്കുവാൻ അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റം ഞങ്ങൾക്ക് കൺട്രോളിങ്ങിലായിരിക്കാൻ ദൈവം ഇടയാക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററെ, വളരെ ഇന്ന് ഞങ്ങളുടെ നടുവിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കർത്തദാസനെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ജാർഖണ്ഡിൽ നിന്നാണ്. ജാർഖണ്ഡിലെ കൂട്ടി ഡിസ്ട്രിക്റ്റ് ആണ് എന്റെ സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ നിങ്ങൾ കുടുംബമായിട്ട് കർത്തൃവേലയിലായിരിക്കുന്നുവല്ലോ അല്ലേ? അതെ, കുടുംബമായി ദൈവവേലയിലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര വർഷങ്ങളായി അവിടെ ആയിട്ടിപ്പോ? ഞാന് 35 വർഷമായി.
പ്രൈസ് ലോർഡ്. നീണ്ട വർഷങ്ങളായിട്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി തന്റെ യൗവനം, ഒരു പക്ഷെങ്കിൽ ഒരു യൗവനം മുഴുവനും അല്ലേ അതെ. അവിടെ ആ ചിലവഴിച്ചു ജീവനം എന്ന് പറയാം. കർത്താവിന് വേണ്ടി കർത്താവിന്റെ പേരിലായിരിക്കും ഒരു ഭാഗ്യം ലഭിച്ചു. സ്തോത്രം. ആ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് അതെ. നോർത്ത് ഇന്ത്യയിലെ അനുഭവ സാക്ഷ്യങ്ങളും ജീവിതത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ച വിധങ്ങളൊക്കെ ധാരാളം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കിടുവാൻ കാണുമല്ലോ. ഇന്ന് അമ്മേ, തന്റെ ജീവിത തീർച്ചയായും. അനുഭവങ്ങൾ പങ്കിടുവാനായിട്ട് തന്റെ ബാല്യകാല സ്മരണകൾ, തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകൾ, എങ്ങനെ നോർത്ത് ഇന്ത്യയിൽ എത്തുവാൻ ദൈവമായിട്ടുള്ള ഒരു അഭിവാദ്യ ബന്ധത്തിൽ എത്തുവാൻ ഇടയായി ഒക്കെയും ആമീൻ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ അവസരമുണ്ട്. അതിനെ കർത്തദാസനെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തില് എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ഒരു നല്ല അവസരം ലഭിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ സൂം മീറ്റിങ്ങിലൂടെ ശ്രവിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എനിക്ക് രാത്രിയില് ഈ അവസരം തന്ന പ്രിയ ദൈവദാസിക്കും ഒരു പ്രാവശ്യമുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. ഞാൻ വർഷങ്ങളായി നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നത് കൊണ്ട് എൻ്റെ മലയാളം അല്പം അത്ര ക്ലിയർ അല്ല, എങ്കിലും തീർച്ചയായിട്ടും ഞാൻ സാക്ഷ്യം മലയാളത്തിലാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ജോർജ് കുട്ടി എന്നാണ്. ഞാൻ എൻ്റെ നാട് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മുണ്ടക്കയം എന്ന സ്ഥലമാണ്. വളരെ ചെറു പ്രായത്തിലെ കർത്താവിനെ അറിയുവാനുള്ളൊരു ഭാഗ്യം ജീവിതത്തിൽ ലഭിച്ചു. ഞാന് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ, കുടുംബ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ആത്മീയമായ അന്തരീക്ഷമല്ലായിരുന്നു. ആത്മീയമായ ഒരു കൂട്ടായ്മയിലൊന്നും പോകാനുള്ള സാഹചര്യത്തിലല്ലായിരുന്നു. എന്നാൽ ചെറുപ്പം മുതലേ ദൈവത്തിന്റെ വലിയ സ്നേഹവും കൃപയും എനിക്ക് അനുഭവിക്കാൻ ഒരു ഭാഗ്യം നൽകി. ഞാൻ പ്രായത്തിൽ തന്നെയും ദൈവജനം കേൾക്കുന്നതിലും അങ്ങനെയുള്ള ആത്മീയ പാട്ടുകളൊക്കെ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ളതായ ഒരു വിശ്വാസി കുടുംബം ഉണ്ടായിരുന്നു. അവിടെ ആരാധനയും പ്രാർത്ഥനയൊക്കെ അവിടെ ആരാധന സമയങ്ങളിൽ ഞാൻ അവിടെ കടന്നു പോവുകയും ഭജനം കേൾക്കുവാൻ ഇടയിൽ തീർന്നു. അങ്ങനെ അവിടെയുള്ള ഒരു സാംപാസ്റ്റർ മുഖേനെ എന്നെ ഒരു 3 ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ ഒരു ചർച്ചിൽ നടക്കുന്ന സമയത്ത് എന്നോട് പറയാനിടയിൽ തീർന്നു. എന്നെ അവർ കൂട്ടിക്കൊണ്ട് ആ ഫാസ്റ്റിംഗ് പ്രയറിന് പോയി. അന്നേരം എനിക്കൊരു 17 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. ഞാൻ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് പാട്ടും പ്രാർത്ഥനയും വചനമൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ഈ അന്യഭാഷകളുടെ ആരാധനയോട് എനിക്ക് അത്ര അടുപ്പമല്ല. അത് കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കും, ദൈവത്തെ ആരാധിക്കുന്ന ഒച്ചയും വെള്ളത്തിനൊന്നും ആവശ്യമില്ലല്ലോ. ദൈവത്തോട് പറഞ്ഞാൽ കർത്താവ് കേൾക്കുമല്ലോ. എന്താണ് അതിന്റെ അന്യഭാഷയും ആരാധനയെ കുറിച്ചുള്ള എനിക്കൊന്നും അറിവില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ആരാധനയ്ക്ക് മധ്യത്തിൽ പോയിരിക്കാറില്ല, സൈഡിൽ എവിടെ ഇരിക്കാതെ പതിവ്. എന്നാൽ അന്ന് ദൈവദാസൻ എന്നെ കൊണ്ടുപോയി ആ ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഭാഗത്ത് തന്നെ ഇരുത്തി ആരാധിച്ച് ദൈവത്തെ ആരാധിക്കുകയും അന്യഭാഷ പറയുകയും വളരെ ആത്മീയ അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ എനിക്ക് ആദ്യ സമയങ്ങളിൽ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അതിനുശേഷമാണ് ഞാൻ ചിന്തിച്ചു, എങ്ങനെയില്ല ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ളൊരു മനസ്ഥിതി എനിക്കുണ്ടായി. അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞു. 5 മണിയായി, ഉച്ച കഴിഞ്ഞ് സന്ധ്യയായി. ആ സമയത്ത് ഞാൻ അവിടുന്ന് പാസ്റ്ററുടെ കണ്ണു വെട്ടിച്ച് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പാസ്റ്ററിന് മനസ്സിലായി ഞാൻ ഇറങ്ങിപ്പോകുന്നു. വേറെ ഒരു സഹോദരനെ എൻ്റെ പുറകെ വിട്ട് എന്നെ തിരിച്ച് വീണ്ടും വിളിപ്പിച്ചു. അങ്ങനെ ഞാൻ ആ പാസ്റ്ററിന്റെ പുറകിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, നീ ഇരിക്കുവാണെങ്കിൽ ആ ചർച്ചിന്റെ ഏറ്റവും കോണിയിൽ പോയി ഇരിക്കത്തുള്ളൂ, ഫ്രണ്ടിലും ആരും ഇടയ്ക്കൊന്നും ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ ആ ചർച്ചിന്റെ ഏറ്റവും ബാക്ക് സൈഡിൽ കോണിലായിട്ട് സൈഡിൽ പോയി ഇങ്ങനെ ഇരുന്ന് എല്ലാവരും ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു അനുഭവത്തിലേക്കായിരുന്നു. അതിനുശേഷം ആരാധനയുടെ ശേഷമായിട്ട് അവിടെ വന്നിരുന്ന ദൈവദാസിലൂടെ ഒരു ദൂത് എനിക്ക് ദൈവത്തിന്റെ ആലോചന എനിക്കുണ്ടാകാനിടയിൽ തീർന്നു. എന്നോട് ആ ദൈവദാസിലൂടെ ഒരു വലിയ ദർശനം താൻ കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെക്കുറിച്ച് ഒരു ദർശനം കണ്ടു. നീ അനേക ഭാഷ സംസാരിക്കുന്നവരുടെ മധ്യത്തിലേക്ക് എൻ്റെ വചനമായി നീ കടന്നു പോകും, അനേകരെ നീ നേടും, നിന്റെ ശുശ്രൂഷ വളരെ ഭാരമുള്ളതായിരിക്കും, നിന്റെ തോളിലൊരു വലിയൊരു ഭാരം കാണുന്നു. എനിക്കൊരു വചനം തന്നു, ശക്തി ലഭിക്കുള്ള യെരൂശലേമിൽ പാർപ്പി, ശക്തി ലഭിച്ചതിന് ശേഷം യെരൂശലേം, യഹൂദിയ, ശമരിയ ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷിയാവാനുള്ള വചനമൊക്കെ തന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവ ലഭിക്കുമ്പോൾ ഞാൻ അതൊക്കെ ഒരു തമാശ രീതിയിൽ മാത്രം കണ്ടു. കാര്യം എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. കാര്യം എനിക്ക് മലയാളം ഭാഷ അല്ലാതെ വേറെ ഭാഷ അറിയില്ല. അത് തന്നെ എനിക്ക് ശരിക്കും ഉപയോഗിക്കാൻ അറിയാത്തൊരു അവസ്ഥയാണ്. ഞാൻ ഓർത്ത് ഇങ്ങനെയുള്ള എനിക്ക് എങ്ങനെ എപ്രകാരം ദൈവം ഈ പറഞ്ഞ പോലെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും.
ഞാൻ ആ സമയത്ത് എനിക്കത് വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷമായിട്ട് അവിടെ വന്നവർ എല്ലാവരും വന്ന് എനിക്ക് കൈതരികയും ആ സാംബാഷ് എന്നോട് പറഞ്ഞു, ദൈവം തന്നെ ജോർജ് കുട്ടിയെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുവാണ്, ദൈവത്തിന്റെ വേല ചെയ്യണം എന്നൊക്കെ എന്നോട് പറയാനിടയായി തീർന്നു. ആ സമയത്തൊക്കെ ഇതൊക്കെ എനിക്കൊരു വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ സാംബാഷോട് തിരിച്ച് ഭവനത്തിലേക്ക് വന്നു. അതിന് ശേഷമായിട്ട് ദേവദാസന്റെ കൂടെ പല സ്ഥലങ്ങളിലും മീറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ പോവുകയും പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെ എനിക്ക് ഹൃദയത്തിൽ വലിയൊരു ഭാരമുണ്ടായി, ജനത്തോട് സുവിശേഷം പറയണം എന്നുള്ള. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സാംബാഷിന്റെ വീട്ടിലുള്ള ട്രാക്സുകളൊക്കെ ട്രാക്ടൊക്കെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലുകളിലും ചുറ്റുപാടുള്ള വീടുകളിലും പരിസരങ്ങളിലും ടൗണിലൊക്കെ ഞാൻ ലേഖകൾ വിതരണം ചെയ്യാനിടയായി തീർന്നു. അങ്ങനെ സമയം മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. ബൈബിൾ സ്കൂള് തിരുവല്ലയിലുള്ള ഷാരോൺ ബൈബിൾ കോളേജിലാണ്. ഞാൻ 1988 ഞാൻ അവിടെ പഠിക്കുവാനായിട്ട് കടന്നുപോയി. ഏറ്റവും പ്രായം കുറഞ്ഞതും ഏറ്റവും മുഴുപ്പ് കുറഞ്ഞൊരു വ്യക്തി ഞാനായിരുന്നു. ഞാനവിടെ ചെന്നു, ഒരു വർഷം അവിടെ പഠിക്കുവാനിടയായി തീർന്നു. പഠിച്ചതിന് ശേഷമായി ഞങ്ങൾക്ക് വെക്കേഷന്റെ സമയത്ത് 3 മാസത്തെ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളെ ഡൽഹിയിലുള്ള പോക്കറ്റ് ടെസ്റ്റ്മെന്റ് ലീഗ് എന്ന് പറഞ്ഞ ടീമിലേക്ക് ഞങ്ങളെ 14 പേരെ അവിടെ നയിക്കാനിടയായി തീർന്നു. അതിലൊരു വ്യക്തി ഞാനായിരുന്നു. അങ്ങനെ ആ ടീമിൽ പ്രവർത്തിക്കുവാനായിട്ട് ഡൽഹിയിലേക്ക് കടന്നുപോയി. അങ്ങനെ അവിടെ 3 മാസം പ്രവർത്തിച്ചതിന് ശേഷമായിട്ട് തിരിച്ചു വരണം. എന്നാൽ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ പഞ്ചാബില് പട്യാല എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ജനക്കൂട്ടത്തിനിടയ്ക്ക് ട്രാക്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവ ഹൃദയത്തിലേക്കുണ്ടായി. ഞാൻ അവിടുന്ന് ഉയർന്ന ഒരു പ്രദേശത്ത് കയറി നിന്ന് ആ ജനത്തെ മുഴുവൻ വീക്ഷിക്കുവാനിടയത്. അന്നേരം എനിക്ക് വളരെ വളരെ ചെറുപ്പമാണ് ഞാൻ. അന്നേരം എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു, ഇതിൽ എത്ര പേര് യേശുവിനെ അറിയുന്നുണ്ട്? യേശുവിനെ അറിയാത്ത ജനം ഒരിക്കലും അവരെന്നേക്കുവാൻ നിത്യനരകത്തിലേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ള വലിയൊരു ധാരണ എന്റെ ഹൃദയത്തിൽ വരികയും അങ്ങനെ ദൈവാത്മാവിനോട് സംസാരിക്കുക ഇടപെടുകയും ചെയ്തതിന് ശേഷമായി ഞാൻ തീരുമാനമെടുത്തു, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നില്ല, എനിക്ക് എൻ്റെ ഇനിയുള്ള പ്രവർത്തനമൊക്കെ നോർത്ത് ഇന്ത്യയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായി. അങ്ങനെ ഞാൻ തിരിച്ച് ഓഫീസിൽ വന്ന് അവരുടെ ആവശ്യപ്പെട്ട് ഞാൻ ഈ 3 മാസം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുവാനും നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതിന് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. അങ്ങനെ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. തുടർന്ന് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെ അവിടുന്ന് പഞ്ചാബിലുള്ള മൊഹാലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ ടീം അയച്ചു. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് വലിയൊരു അസുഖം ഉണ്ടായി, ഒരു പനി പോലെ ഉണ്ടായി. ആ പനി കൂടി വളരെ സീരിയസ് അവസ്ഥയിലേക്ക് പോയി. അത് ബ്രെയിൻ മലേറിയയായി മാറി. ബ്രെയിനിൽ മലേറിയ പ്രവേശിച്ചു കിടന്നു. അങ്ങനെ എൻ്റെ ബുദ്ധിയും ബോധമൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ ലാസ്റ്റ് ഒരു മരണത്തെ മുഖാമുഖമായി കണ്ട ഒരു സമയത്തേക്ക് കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഒരു ഡൽഹിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ട്രീറ്റ്മെന്റിലായിരിക്കും. ഡോക്ടേഴ്സ് പറഞ്ഞു നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ അവരെന്നെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനിടയിൽ തീർന്നു. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മാതാവും സഹോദരങ്ങളും എന്നെ കണ്ട് വളരെ കരയാനിടയിൽ തീർന്നു. കാര്യം ഞാൻ ബുദ്ധി ക്ഷയിച്ചവനായി, ശരീരം മുഴുവന് ക്ഷീണിതനായി, സംസാരിക്കാൻ പോലും കഴിയില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഞാൻ നാട്ടിൽ ചെല്ലുന്നത്. അങ്ങനെ എന്നെ കണ്ട് വളരെ ഭാരപ്പെട്ടു. അന്നേരം എല്ലാവരും ഓർത്ത് ഞാൻ രക്ഷപ്പെടിയല്ലേ, എന്ന് മരിച്ചു പോകുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു, കർത്താവ് എനിക്ക് എന്ന വാഗ്ദത്തങ്ങൾ നിറവേറാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തില്ലെന്നുള്ള ഒരു വലിയ ബോധ്യം എൻ്റെ ഹൃദയത്തിനുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ദിവസത്തിൽ അവിടെ ആയിരിക്കും പ്രാർത്ഥിക്കാനിടയിൽ തീർന്നു. അങ്ങനെ എല്ലാവരുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് എനിക്ക് ദൈവം വീണ്ടും ഒരു ജീവിതം തിരിച്ചു തന്നു. എന്നെ അവിടെ ആയിരിക്കും ഡോക്ടറിനോട് പറഞ്ഞ് 6 മാസം റെസ്റ്റ് ചെയ്യണം, ഒരിടത്തും പോകരുത്. അതുപോലെ ശരീരമൊക്കെ ക്ഷീണിച്ചു പോയായിരുന്നു. നടക്കാനൊക്കെ ഉള്ള ആരോഗ്യം പോലാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറിയായിരുന്നു. എൻ്റെ ബുദ്ധിയൊക്കെ ഒത്തിരി ബാധിച്ചിരുന്നു. എൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ അത്ര ക്ഷീണിത അവസ്ഥയിലായിരുന്നു ഞാൻ. 6 മാസം റെസ്റ്റ് പറഞ്ഞു. എന്നാൽ ഞാൻ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ദൈവവചനത്തെക്കുറിച്ചും ദൈവവേലയെക്കുറിച്ചും സുവിശേഷം അറിയിക്കേണ്ട ദൗത്യത്തെക്കുറിച്ചൊക്കെ ഉള്ള വലിയ ഭാരം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവാനിടയിൽ തീർന്നു. ഞാൻ അന്നേരമൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഏത് ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചോ ആ കാര്യം കംപ്ലീറ്റ് ചെയ്യുവാൻ എനിക്ക് കൃപ നൽകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ തനിച്ചിരിക്കുമ്പോഴൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ
കോട്ടയത്ത് പുതുപ്പള്ളിയിലുള്ളതായ ഒരു നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനുമായിട്ട് കണ്ടുമുട്ടുവാനിടയത്ത്. ജോസ് എന്നാണ് പേര്. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ബ്രദർ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ടീമിലേക്ക് കടന്നു വരിക. ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൂടുതൽ ഇന്റീരിയൽ പ്രദേശങ്ങളാണ്, ആദിവാസികളുടെ മധ്യത്തിൽ ഒത്തിരി ഉൾവനങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. കൊണ്ട് ഭാഷകൾ ഒത്തിരി സംസാരിക്കുന്ന ജനങ്ങളാണ്. അങ്ങനെയുള്ള പ്രദേശത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്, എൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്കറിയാം ഞാൻ പറഞ്ഞാൽ വീട്ടുകാർ എന്നെ വിടത്തില്ല. കാര്യം ഞാൻ ആ അവസ്ഥയിലാണ് നാട്ടിൽ തിരിച്ചു ചെന്നത്. എൻ്റെ കൈവശം വസ്ത്രങ്ങളില്ല. എൻ്റെ വസ്ത്രവും എൻ്റെ ബാഗും പെട്ടിയെല്ലാം ഞാൻ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഒന്നും കൊണ്ടുവന്നില്ല. കാര്യം ആ സ്ഥിതിയിലാണ് എന്നെ അവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഒന്നുമില്ലാത്തതുകൊണ്ട് വസ്ത്രം ആവശ്യത്തിനില്ല, കൊണ്ടുപോകാനുള്ള പെട്ടികളോ വായുകളോ ഒന്നുമില്ല, സാമ്പത്തികമോ ഒന്നുമില്ല. നിരകൃതത്തിൽ ഒത്തിരി ആഗ്രഹമുള്ളു. തിരിച്ചു പിന്നെയും നോർത്ത് ഇന്ത്യയിലേക്ക് പോകണമെന്ന് ദൈവവേല ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ കാര്യം ആരും എന്നെ രണ്ടാമത് എനിക്കിങ്ങനെ ആവശ്യപ്പെട്ടെങ്കിലും വീട്ടുകാരൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു. അതുപോലെ പാസ്റ്ററൊക്കെ പറഞ്ഞു, നീ ഇവിടെ തന്നെ പ്രവർത്തിച്ചാൽ നോർത്തിലേക്ക് പോകണ്ട, നിന്റെ ശരീരം നില അത്ര ശരിയല്ല. അന്നേരം ഞാൻ ഒത്തിരി വീക്കായിരിക്കും സമയമാണ്. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്ന് അല്പ പൈസ ഒക്കെ ഞാൻ തന്നെ സ്വരൂപിച്ച് പല സ്ഥലത്തും ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് അതിനുശേഷമായിട്ട് ഞാൻ തന്നെ പോയി ടിക്കറ്റ് എടുത്ത് കോട്ടയം സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ നോർത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പിതാവും മാതാവും ഒന്നും സമ്മതിച്ചില്ല ആദ്യം. അവർ പറഞ്ഞു, ഇനി പോയാൽ നിന്നെ ജീവനോടെ കാണാനൊക്കത്തില്ല, അതുകൊണ്ട് ഇനി നീ പോകണ്ട, നീ ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കാനൊക്കെ ആദ്യം അവർ എന്നോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ വിളിക്കുന്നു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ അവര് സമ്മതിച്ച് ലാസ്റ്റ് എന്നോട് വെച്ച്, നീ ആരുടെ കൂട്ടത്തിലാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു ദൈവദാസനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വാസ്തവമായിട്ട് ഞാൻ പറയാനുള്ള കാര്യം അന്നത്തെ ജീവിതത്തിലെ വിശ്വാസം അതായിരുന്നു. കർത്താവ് എന്നെ അവിടെ എത്തിക്കുമെന്നും ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെല്ലുമെന്നും അവിടെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നൊക്കെ വലിയൊരു ബോധ്യം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നു. ആ സമയം എനിക്ക് ഒരു 18 വയസ്സ് പ്രായമുണ്ട്. ആ ലോകത്തെ കുറിച്ചോ യാത്രയെക്കുറിച്ചോ ഒന്നും എനിക്ക് അറിവില്ല. എനിക്കൊന്നും തന്നെ അറിയില്ല. മലയാളം അല്ല വേറെ ഭാഷ അറിയത്തുമില്ല. എന്നാൽ ആ സാഹചര്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഹൃദയത്തിൽ ആഗ്രഹം മാത്രമാണ്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ആകണം, ദൈവവേല ചെയ്യണം, ഈ ജീവിതം അതിനായിട്ട് മാറ്റിവെക്കണം എന്ന ഭയങ്കര ഒരു ഹൃദയ വാഞ്ച ദൈവം എനിക്ക് തന്നു. അങ്ങനെ ആ വിശ്വാസത്തോടെ ഞാൻ പോകാൻ തീരുമാനിച്ചു. 1-2 ഡ്രസ്സ് മാത്രമേ എൻ്റെ ഉള്ളൂ. ഒരു പഴയ പെട്ടിയുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ആ പെട്ടിയെല്ലാം ശരിയാക്കി ആ ഡ്രസ്സൊക്കെ എന്നെ താക്കി ഞാൻ പോകാനായിട്ട് ഇറങ്ങി വീട്ടിൽ നിന്ന്. അങ്ങനെ അവരെന്നെ കൊണ്ട് കോട്ടയത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഇതിലൂടെ വരാൻ ദൈവാസനം എവിടെയാണ്? ഞാൻ പറഞ്ഞു, അടുത്ത സ്റ്റേഷനിൽ കയറുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് പറയുന്നതൊക്കെ ഞാൻ കർത്താവിനെ ദർശിച്ചാണ് പറയുന്നത്, കർത്താവിനോട് ഉടന്നുള്ള. അങ്ങനെ ഞാൻ അവിടുന്ന് കോട്ടയത്തും ട്രെയിൻ കയറി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ മദ്രാസിലെത്തി, ചെന്നൈയിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല എങ്ങോട്ട് പോകണമെന്ന്, ഏത് ട്രെയിനെ കാണണമെന്നും അറിയത്തില്ല. വലിയ സ്റ്റേഷനാണ്, ആദ്യമായിട്ടാണ് ചെന്നൈയിൽ അങ്ങനെ വരുന്നത്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു മലയാളി സഹോദരനെ കാണാനിടയെത്തു. എനിക്ക് രാവിലെ ബാത്റൂമിൽ പോകണം. ഞാൻ എൻ്റെ ചെറിയൊരു പെട്ടിയായിരുന്നു. ആ പെട്ടി ആ മലയാളി സഹോദരനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോഴേ ഈ മലയാളി സഹോദരനോട് എന്നോട് ചോദിച്ചു, നീ എന്നെ പെട്ടി ഏൽപ്പിച്ചിട്ട് നീ ഞാനിവിടെ ഒരു പരിചയമില്ല, പിന്നെ നീ പരിചയമില്ലാത്ത എന്നെ ഈ പെട്ടി ഏൽപ്പിച്ച് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. നിനക്കറിയത്തില്ല ഇവിടെ ഒത്തിരി കള്ളന്മാരും മോഷ്ടാക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിശ്വാസം കൊണ്ടാണ് ഞാൻ ഏൽപ്പിച്ചത്. എന്നോട് ചോദിച്ചു, നീ എവിടെ പോവുകയാണ്? ഞാൻ പറഞ്ഞു, ഞാന് റാഞ്ചിക്ക് പോവാണ്. റാഞ്ചി നീ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. എങ്ങനെ പോകും? 2-3 ട്രെയിൻ കയറിയാണ് ഇവിടുന്ന് പോകാൻ. ഇവിടുന്ന് നേരിട്ട് ട്രെയിനില്ല അങ്ങോട്ട്. ഇവിടുന്ന് റവർക്കല പോകണം. റവർക്കലയിൽ നിന്ന് പിന്നെ ആണ് റാഞ്ചിക്ക് ട്രെയിൻ ഉള്ളത്. നേരിട്ട് ട്രെയിൻ അന്നില്ല. കേരളത്തിൽ നേരിട്ട് ട്രെയിൻ ആ സമയങ്ങളിൽ റാഞ്ചിലേക്കില്ല. എന്നാൽ എനിക്കതൊന്നും അറിയത്തില്ല. എനിക്ക് ഇത്രമാത്രം വിശ്വാസമാണ് കർത്താവിനോട് ഞാൻ യാത്ര ചെയ്യും, കർത്താവിനെ അവിടെ കൊണ്ടെത്തിക്കുന്നത്. ഒരു വിശ്വാസം മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ ആ സഹോദരൻ അന്തരം എന്നോട് പറഞ്ഞത്, ഒരു മിലിറ്ററി ഒരു പട്ടാളക്കാരനായിരുന്നു. ഇപ്പോഴും ഞാൻ ആ പേര് ഓർക്കുന്നു, സുശീൽ എന്നാണ് ആ സഹോദരന്റെ പേര്. ആ സഹോദരനെ ഒരു കൊച്ചനിയനെ പോലെ എന്നെ കൂട്ടത്തിൽ കൂട്ടി എന്നെ അവിടുന്ന് റാഞ്ചി കൊണ്ടെത്തിക്കാണ്ടേത്തും. ആ സഹോദരൻ റാഞ്ചിയിൽ പോകേണ്ടതായിരുന്നു. അവിടെ ചെന്നിറങ്ങിയ ഉടനെ പുള്ളിക്കാരൻ ആ സഹോദരന് പോകാനുള്ള ആ പട്ടാളക്കാരന് പോകാനുള്ള തന്റെ വണ്ടി വന്നിരുന്നു. അതുകൊണ്ട് എന്നെ പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ച്
അഡ്രസ്സ് പറഞ്ഞ് ഒരു ഓട്ടോയിൽ എന്നെ ഇരുത്തി. എന്നിട്ട് താൻ തന്റെ വണ്ടിയിൽ കയറി അങ്ങ് പോവുകയും ചെയ്തു. ഈ ഓട്ടോക്കാരന് മനസ്സിലായി എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ലെന്ന്. ഈ ഓട്ടോക്കാരൻ എന്ത് ചെയ്തു, എന്നെ കൊണ്ടുപോയിട്ട് കുറച്ചങ്ങോട്ട് പോയിട്ട് എന്നോട് പറഞ്ഞു അവിടുത്തെ വഴി ബ്ലോക്കാണ്, അതുകൊണ്ട് വണ്ടി അങ്ങോട്ട് പോത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാന് പറഞ്ഞു വണ്ടി പോത്തില്ല, തന്നെ ഞാൻ അങ്ങേയും കാണിച്ച് എന്നെ തിരിച്ചു കൊണ്ടുവിടാൻ പറഞ്ഞു. സംസാരിക്കാൻ അറിയത്തില്ലല്ലോ. ആ സഹോദരന് പൈസ എനിക്ക് തിരിച്ചു തന്നില്ല. എന്നെ കൊണ്ട് അവിടെ വിട്ടിട്ട് ആ ഓട്ടോക്കാരൻ അങ്ങ് പോയി. ഞാൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നു. ഒരു എത്തും പിടുത്തും ഇല്ല, ആരോടും സംസാരിക്കാനും ഇല്ല, ഭാഷ അറിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴ് ഒരു ഓട്ടോക്കാരൻ വന്നു, ചെറുപ്പക്കാരൻ. ഞാൻ എൻ്റെ ഇരുന്ന് അഡ്രസ്സ് തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചിട്ട് ഈ സ്ഥലം അറിയാവുന്ന ചോദിച്ചു. അവൻ ആ സ്ഥലം അറിയായിരുന്നു. എന്നെ അവിടെ കൊണ്ട് കോമ്പൗണ്ട് അകത്തുകൊണ്ട് വിട്ടു. അവിടെ ചെന്നു. അങ്ങനെ അവിടെ ഒരു മലയാളി സഹോദരൻ ഉണ്ടായിരുന്നു, ഫിലിപ്പ് എന്ന് പേരുള്ള. അങ്ങനെ ഞങ്ങളെ കണ്ടു. അവിടെ ഞാൻ ചെന്ന് ചേർന്നു. അതിനുശേഷമാണ് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ എവിടെ എന്നെ അയച്ചാലും എനിക്ക് ഭാഷയൊന്നും അറിയില്ല. ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ കാലാവസ്ഥ എല്ലാം വ്യത്യസ്തമാണ്. നല്ല ചൂടുള്ള സമയത്താണ്, ഞാൻ ഏപ്രിലാണ്, നല്ല ചൂടുള്ള സമയമാണ്. അതിനുശേഷമായിട്ട് എന്നെ ഒരു ടീമിൽ അയച്ചു. ഞാൻ ടീമിൽ ഗ്രാമത്തിലാണ് ചെന്നത്. അവിടുന്ന് ഒരു 150 കിലോമീറ്റർ മാറി ഒരു ഗ്രാമത്തിലേക്കാണ് എന്നെ അയക്കുന്നത് ആദ്യം ടീമായിട്ട്. ഞങ്ങൾ ടീം പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവരുടെ ഭാഷ അറിയത്തില്ല. അവിടുത്തെ ഭാഷ ഹിന്ദിയല്ല, ഉറാവ് എന്ന് പറയുന്നൊരു ഭാഷ സംസാരിക്കുന്ന ആദിവാസികളുടെ ഒരു ഏറിയാണ്. അന്നേരം അവര് ഭക്ഷണത്തിനൊക്കെ വന്ന് എന്നെ വിളിക്കും, ആക്ഷൻ കാണിക്കും. അത് കണ്ട് ഞാൻ അവരോടത്തിൽ പോകും. അവര് വരുന്ന ഭക്ഷണമൊന്നും ആദ്യം എനിക്ക് കഴിക്കാൻ പറ്റാതെ വന്നു. ഞാൻ വണ്ടിയിൽ തന്നെയാണ് കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സമയങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളെ ബീഹാറിലേക്ക് അയച്ചു. ബീഹാറിൽ ഗയ എന്നൊരു സ്ഥലത്ത്. ഗയയിലേക്ക് ഞാൻ പോകുമ്പോൾ ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു. ഗയയിൽ ഞങ്ങൾ പോകുന്നത് മെയ് മാസമാണ്. മെയും ജൂണും ഗയയില് ഭയങ്കര ചൂടാണ്. ഞങ്ങൾ പോകുന്ന ഈ മെട്രോർ വണ്ടിയിലാണ്. ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതൊക്കെ വളരെ റോഡ് സൈഡിൽ നിന്ന് വണ്ടി നിർത്തി കർത്താവിനെ കുറിച്ച് പറയുകയും പുസ്തകങ്ങൾ കൊടുക്കുകയും അവർ ട്രാക്ട് കൊടുക്കുകയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ ഇത്രയും ഭയങ്കര ചൂടത്ത് മാർക്കറ്റുകളിൽ പോയി വണ്ടി യാത്രയൊക്കെ ചെയ്ത് എനിക്ക് ലൂ അടിക്കാനിടയായിരുന്നു. ലൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് അവസ്ഥയിലേക്ക് ഞാൻ പോയി. ആ സമയത്ത് ലൂ അടിച്ച് ഒത്തിരി ഒരു മരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ഓട്ടോ ഓടിക്കുന്നവരും സൈക്കിൾ റിക്ഷ ഓടിക്കുന്നവരൊക്കെ അതുപോലെ ചൂടടിച്ച് ഒത്തിരി പേര് ലൂ അടിച്ച് മരിക്കും. ആ സമയത്തൊക്കെ എനിക്കും ലൂ അടിച്ചു. എനിക്കറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒഴിച്ചിലും ഛർദിലൊക്കെ വന്ന് ഞാൻ വളരെ ഭയങ്കര ഒരു മരണാന്തരമായ അവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. സഹോദരന്മാർ പെട്ടെന്ന് തന്നെ എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കരുത്, വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഛർദ്ദിക്കും. പക്ഷെ എനിക്ക് ദാഹിച്ച് എൻ്റെ തൊണ്ടയൊക്കെ ഉണങ്ങി. സഹോദരന്മാർ പറഞ്ഞാൽ വെള്ളം തരത്തില്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകണം. അവരെന്നെ ബാത്റൂമിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ആ ബാത്റൂമിനകത്തിരുന്ന് അവിടത്തേക്ക് അവിടെയൊക്കെ കക്കൂസിന് ഹോന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ്. പക്ഷെ ഞാൻ അതിനകത്ത് കയറി ആ വെള്ളം മുഴുവൻ കുടിച്ചു. 2 കപ്പ് വെള്ളം ഞാൻ കുടിച്ചു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഛർദ്ദിച്ചാല് സൗരമായ എത്രയും കടി ചൂടത്ത് എന്നെ സേവിക്കുകയോ എന്നെ ശുശ്രൂഷിച്ചു അവർക്ക് ഭാരമായി തീരരുത് ഞാൻ പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞാന് വന്നു. സന്ധ്യയായപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടാക്കി. അതിനുശേഷമായിട്ട് സഹോദരന്മാര് ഫിലിം ഷോ കാണിക്കാൻ രാത്രി എല്ലാവരും കടന്നുപോയി. ഞാൻ തന്നെയേ ഉള്ളൂ. ഒരു 2 നില വീടാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയാണ്. അതിന്റെ വാതിലൊന്നുമില്ല, ലൈറ്റില്ല, ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ ഭയങ്കര കൊതുകാണ്. പക്ഷെങ്കില് എന്റെ ശരീര അസ്വസ്ഥതകളും ഈ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കൊതുക് ഇരുന്ന് അങ്ങനെ രാത്രിയായപ്പോ എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി ദൈവത്തോട് കുറച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവിനോട് ലാസ്റ്റ് പറഞ്ഞു, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും നിന്റെ ജീവിത അന്ത്യത്തോളം നിന്റെ സേവ ചെയ്യാൻ ശുശ്രൂഷ ചെയ്യാനൊക്കെ ഞാൻ വന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ, എൻ്റെ ശരീര അവസ്ഥയിൽ എനിക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ മരിച്ചു പോകും. എനിക്ക് തിരിച്ചു പോകാൻ എൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം കർത്താവ്. ഞാൻ പ്രാർത്ഥിക്കാനിടയെത്തുന്നു, കരയുവാനിടയെത്തുന്നു. അന്ന് രാത്രി ഞാൻ ദൈവശബ്ദം കേൾക്കുവാനിടയത് എൻ്റെ കാതുകളിലൂടെ. ദൈവത്തിന്റെ ശബ്ദം വാസ്തവമായ അന്ന് രാത്രി ഞാൻ കേട്ടായിരുന്നു. അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. കർത്താവിനോട് സംസാരിച്ച ശബ്ദം ഇതായിരുന്നു, മോനെ ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവനം നൽകി, നീ എനിക്ക് വേണ്ടി എന്ത് നൽകി? ആമേൻ. ആ സംസാരത്തിന്റെ കർത്താവ് സംസാരിച്ചപ്പോഴ് ഞാൻ എന്നെ തന്നെ പൂർണ്ണ സമർപ്പിക്കാനിടയത്. വാസ്തവമായിട്ടും എൻ്റെ പാവത്തിനും എൻ്റെ എല്ലാ അവസ്ഥകളെയും മാറ്റുവാൻ എൻ്റെ കർത്താവ് ജീവൻ തന്നെങ്കിൽ ഇനിയുള്ള സമയമൊക്കെ കർത്താവിന് വേണ്ടി ജീവിക്കണം ഞാൻ പൂർണ്ണമായി
എന്നെ ഏൽപ്പിക്കുവാനും എന്നെ തന്നെ സമർപ്പിക്കുവാനും ഇടയെത്തുകയുള്ളൂ. അങ്ങനെ ആ ഒരു സമർപ്പണം എന്റെ ജീവിതത്തെ വളരെ രൂപാന്തരത്തിലേക്ക് ദൈവം നടത്തി. അതിന് ശേഷമായിട്ട് ജാർഖണ്ഡിന്റെയും അതുപോലെ തന്നെ ഒറീസയുടെയും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിന്റെ പല ഭാഗങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ, വനാന്തരങ്ങളിൽ കർത്താവിന്റെ മാത്രമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുവാൻ ഇടയെത്തുകയുള്ളൂ. എനിക്ക് ഭാഷ അറിയില്ലായിരുന്നു, എനിക്ക് ഒത്തിരി കഴിവുകൾ, ഒത്തിരി പരിമിതിയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ കർത്താവ് തന്റെ കൃപ എനിക്ക് നൽകുകയും ബുദ്ധിയും ജ്ഞാനവും ഒക്കെ നൽകി വലിയൊരു കാഴ്ചപ്പാട് ദർശനം നൽകി എന്നെ വനാന്തരങ്ങളിൽ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ കർത്താവ് എന്നെ ഒരുക്കുവാൻ ഇടയെത്തുകയാണ്. മുന്നോട്ടുള്ള ജീവിതശൈലി ആ സമയങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു 35 വർഷം മുമ്പുള്ള കാര്യങ്ങളില്ല. അതുപോലെ ഗ്രാമങ്ങളിൽ എത്തിച്ചേരാനുള്ള ചില സാഹചര്യങ്ങളില്ല. അവിടെയെങ്കിലും ലൈറ്റ് ഇല്ല, ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണ്. ഞങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉൾഗ്രാമങ്ങളിലേക്ക് ടീമുമായി അല്ല സുവിശേഷ വേലയായിട്ട് കടന്നു പോയാൽ 3 മാസം 4 മാസം കഴിയുമ്പോഴാണ് തിരിച്ച് ലൈറ്റും പെട്രോളുള്ള സ്ഥലത്ത് ഞങ്ങളെ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ വർഷങ്ങളോളം 8 വർഷത്തോളം കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. ദൈവത്തിന് വലിയ കൃപയാണ്. മനുഷ്യമായ ചിന്തയ്ക്കോ മനുഷ്യമായ ബുദ്ധിയിലോ കഴിവിലോ ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തില് ദൈവത്തിന്റെ കൃപ വളരെ അത്യന്തമാണ്. നമ്മുടെ കഴിവുകൾക്കും നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമായി പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാനിടയെത്തി. അങ്ങനെ ആ പ്രവർത്തന സമയങ്ങളിൽ ഞങ്ങൾ കടന്നു വന്ന സ്ഥലങ്ങളെല്ലാം ഓർത്ത് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ 4 മാസവും 5 മാസവും ഒക്കെ ഞങ്ങൾ സ്ഥലത്ത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവിടെ കുറച്ച് ആത്മാക്കളെ ദൈവം തന്നിരിക്കും. ഞങ്ങളുടെ കൂടെ ഉള്ള ചില സഹോദരന്മാർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാനും അങ്ങനെ ആ ഗ്രാമങ്ങൾ തോറും ചെറിയ ചെറിയ കൂടിവരവുകൾ ആ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാവാനിടയെത്തീർന്നു. ജാർഖണ്ഡിന്റെയും ഛത്തീസ്ഗഡിന്റെയും അതുപോലെ തന്നെ ഒറീസയുടെയും അതുപോലെ തന്നെ ബീഹാറിന്റെ പല ഭാഗങ്ങളിലും ഉൾഗ്രാമങ്ങളിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കുവാനിടയെത്തീർന്നു. എൻ്റെ കൂടെ ഉള്ളതെല്ലാം അവിടുത്തെ ലോക്കൽ സഹോദരന്മാരാണ്. ഞാനായിരുന്നു ടീമിന്റെ ലീഡർ. എനിയിപ്പോ ഓർക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ അങ്ങ് ചിന്തിക്കുകയാണ്. എല്ലാം ജീവിതത്തിൽ ഇതുവരെ നടന്ന എല്ലാ കാര്യവും സ്വപ്നം പോലെ ചിന്തിച്ചു വേണം. കാര്യം ഞാൻ ചിന്തിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായി ദൈവം നടത്തിയ വഴികൾ. അതിലേറ്റവും ഞാൻ സന്തോഷിക്കുന്ന ദൈവത്തില് ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ള സ്വർഗദൂതന്മാർക്ക് പോലും ലഭിക്കാത്ത വലിയൊരു രക്ഷയാണ്, വലിയൊരു അനുഗ്രഹമാണ് കർത്താവിനെ ശുശ്രൂഷിക്കുക, കർത്താവിനെ പറയുക എന്നുള്ളത്. ആ വലിയൊരു ഭാഗ്യം ദൈവം എനിക്ക് നൽകിയതോർത്ത് ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയാണ്. കാര്യം എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും കർത്താവിന്റെ ഉപകാരങ്ങളെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അമേൻ, അമേൻ. അന്നത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ പല അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു, പല അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവടേക്ക്. എന്നറിയാലോ, നമുക്ക് 30-35 വർഷം മുമ്പെന്ന് പറയുമ്പോൾ എല്ലാം വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഞങ്ങളുടെ അന്നത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൈവശം കുറച്ച് ബൈബിളും പ്രേമസന്തോഷവും അല്ലാതെ ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല. ഞങ്ങൾ ഈ പുസ്തകങ്ങൾ വിറ്റിട്ട് വേണം ഞങ്ങളുടെ പെട്രോളിനുള്ള പൈസയും വണ്ടിയുടെ ഡീസലും ഞങ്ങളുടെ ഭക്ഷണം എല്ലാം ഞങ്ങൾ ക്രമീകരിക്കേണ്ടത്. പുസ്തകം ഒന്നും കൊടുത്തില്ല, ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് നടത്തുവാനിടയെത്തുകയാണ്. ഓരോ ദിവസങ്ങളിൽ ആ ഗ്രാമത്തിലുള്ള പാവങ്ങളായ ജനത്തെ ഞങ്ങൾക്ക് ഭക്ഷണം തരുവാനും ഞങ്ങളെ ശുശ്രൂഷിക്കുവാനും ദൈവം ഒരുക്കി. ഞങ്ങളെല്ലാം ഓരോ ഗ്രാമങ്ങളിൽ തിരിച്ച് രാത്രി സമയങ്ങളെല്ലാം ഓരോ ഗ്രാമങ്ങളിൽ പോയി വലിയ ഉഷ കാണിക്കും. ഓരോ വലിയ ഉഷ കാണിക്കുമ്പോഴും 10,000, 1000, 2000 പേര് കൂടി വരുമായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടം ഭാഷ അറിയാവുന്ന സഹോദരന്മാരുണ്ട്. അവര് പാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുവാൻ അനേകം സുവിശേഷം കേൾക്കുവാനിടയെത്തും. അങ്ങനെയൊക്കെ ഗ്രാമത്തിൽ നിന്ന് പലരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു, പല ചെറുപ്പക്കാരൊക്കെ. ദൈവത്തിന് വലിയ പ്രവൃത്തി ഗ്രാമങ്ങളുടെ മതത്തിൽ ദൈവം ചെയ്യുവാനിടയെത്തുന്ന ഉള്ളിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് പല അനുഭവങ്ങൾ എന്റെ ജീവിതം. ഞാൻ ബീഹാറിന്റെ പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോഴേ പോയി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം ആരും പുസ്തകം മേടിക്കത്തില്ല. പുസ്തകം മേടിക്കാതിരുന്ന ഞങ്ങൾക്ക് വണ്ടിക്കകത്ത് ഡീസൽ ഒഴിക്കാൻ ഒക്കത്തില്ല. പുസ്തകം ചെലവായില്ല, ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പൈസ ഇല്ല. ഉൾഗ്രാമങ്ങളിൽ പോയി ഫിലിമിഷൻ കാണിച്ചു കഴിഞ്ഞാൽ ആരും ഞങ്ങൾക്ക് തരത്തില്ല. ഞങ്ങളുടെ സാമ്പത്തികമില്ല. ഞങ്ങൾക്ക് ഇത് വെറ്റ് വേണം എല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ കഠിനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുജാഫർപൂർ എന്ന സ്ഥലത്ത് ഞങ്ങളൊരു ടൗണിൽ ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ 2 സഹോദരന്മാരുടെ അടുത്ത് വന്നു.
അവര് ഈ റേഡിയോ സുവലുള്ള രാവിലെയുള്ള ഈ പ്രഭാഷണത്തിലൂടെ അവര് യേശുവിനെ അറിയുകയും സ്വീകരിക്കുകയും ചെയ്ത വ്യക്തികളാണ്. ഞങ്ങളെ കണ്ട ഭയങ്കര സന്തോഷമായി. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുവാണെങ്കിൽ താമസിക്കാനുള്ള സ്ഥലം ഞങ്ങൾ ഒരുക്കി തരാം. പിന്നെ നിങ്ങൾക്ക് ഗ്രാമങ്ങളിലൊക്കെ അവിടെയൊന്നും സുവിശേഷം അവർ അറിഞ്ഞിട്ടില്ല. തീർച്ചയായും ഷാദി സഹോദരന്മാരൊക്കെ മടിച്ച്, കാര്യം ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പുസ്തകങ്ങൾ ആരും മേടിക്കുന്നില്ല. അവിടെ ഒന്നും പഠനമുള്ള ആൾക്കാരല്ല, പുസ്തകമൊന്നും അവർക്ക് വേണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നോട്ട് ഗ്രാമങ്ങളിൽ വണ്ടി ഓടിക്കുവാനോ അഥവാ ഫിലിംഷ കാണിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാകത്തില്ല. എന്തായാലും ദൈവാത്മാവിനെ സംസാരിച്ച് ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു. ആ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പ്രവർത്തിക്കാനായി കടന്നു വന്നു. മുജാഫർപൂരിൽ നിന്ന് 80 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം. ഭയങ്കര കടും ചൂടുള്ള സമയമാണ്. ഞാനിപ്പോ ഓർക്കുന്നത് ഏപ്രിൽ മെയ് മാസത്തിലായിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇരുന്ന പൈസ മൊത്തം തീർന്നു. വണ്ടിക്കാർ ഡീസൽ ഒഴിച്ച് പൈസ തീർന്നു. ഭക്ഷണമൊക്കെ അവരെന്തെങ്കിലുമൊക്കെ തരുവായിരുന്നു. സഹോദരങ്ങള് താമസിക്കുന്ന ഞങ്ങൾ സ്കൂൾ ബിൽഡിങ്ങിലായിരുന്നു. സ്കൂളിന്റെ ബിൽഡിംഗ് വാതിലൊന്നും ഇല്ലായിരുന്നു. അവിടെയൊക്കെ ഞങ്ങള് താമസിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയുടെ അതിന്റെ പിന്നെ വെള്ളം പങ്ക മുടിഞ്ഞു പോയി, അതിന്റെ ബോഡിയെ തട്ടിയിട്ട്. അങ്ങനെ വെള്ളം എല്ലാ രീതിയിലും ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാനും ബുദ്ധിമുട്ടായി മാറി. പൈസ ഇല്ല, വണ്ടി കേട്, വണ്ടിക്കകത്തൊഴിക്കാൻ ഡീസലിന് പൈസ ഇല്ല. ഞങ്ങളുടെ റാഞ്ചിയിൽ നിന്ന് ഒരു കുറഞ്ഞ വർഷം ഒരു 10-600 കിലോമീറ്റർ ദൂരെയാണ്. ഒന്നുമില്ലാത്ത ഭയങ്കര ഒരു സാഹചര്യത്തിലേക്ക് ആ സമയം കടന്നുപോയി. ആ സമയം സഹോദരന്മാരെല്ലാം എന്നോട് പറയാൻ തുടങ്ങി, ഞാൻ പറഞ്ഞാലേ ടൗണിൽ നിന്ന് വരണ്ടെന്ന്, ഇവിടെ വന്നോണ്ടല്ല ഇങ്ങനെ വന്നേ, ഞങ്ങൾ എങ്ങനെ നമ്മൾ തിരിച്ചെങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ ഞങ്ങൾ ഒന്നും. അങ്ങനെ ഞങ്ങള് വളരെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഞാനെങ്കിൽ നീ വഴി തുറക്കുവാനും നീ ഞങ്ങളെ നടത്തുവാൻ ശക്തനാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വഴി രണ്ടുപേരും കൈ കാണിച്ച്. ആ സമയങ്ങളിലൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അറിയാത്ത ഒരു വ്യക്തിയെ വണ്ടിയെ കയറ്റരുത്. പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് അവർ വണ്ടിയെ കെട്ടിക്കഴിഞ്ഞാൽ വണ്ടിയെ എടുത്തോണ്ട് അവര് നമ്മളെ കൊന്നിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അവർ കൈ കാണിച്ചപ്പോ നമ്മൾ ദൈവത്തിന്റെ അങ്ങനെ വായു ഉണ്ടായി വണ്ടി നിർത്താൻ പറഞ്ഞു. അവർ ഞങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞു, മുജാഫർപൂരിലുള്ള ഒരു ഓഫീസറാണ്, താൻ വണ്ടി വിളിച്ചിരുന്നു, വണ്ടി വരാനായിട്ട് ആ വണ്ടി വന്ന വഴിക്ക് കേടായി പോയി. അപ്പൊ തനിക്ക് ഉടൻ തന്നെ ഓഫീസിൽ ചെല്ലേണ്ട ആവശ്യമാണ്, അതുകൊണ്ട് നിങ്ങളുടെ വണ്ടി വരണമെന്ന് പറഞ്ഞു. നമ്മൾ സാറ് ഞങ്ങളുടെ വണ്ടിക്ക് കംപ്ലൈന്റ് ഒരു കുഴപ്പമില്ല, ഉടൻ തന്നെ വരണം, നിങ്ങളുടെ ഈ വണ്ടി തന്നെ സാറ് പോകുള്ളൂ, വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ സാറിനോട്, സാറ് ഞങ്ങൾ ഇങ്ങനെ മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഈ സാറും പഠിച്ചതൊക്കെ ഒരു ക്രിസ്ത്യൻ സ്കൂൾ കോളേജിലായിരുന്നു. അങ്ങനെ ഞങ്ങളോട് ഒത്തിരി സ്നേഹമായി. ഞങ്ങൾ ആരോടൊന്നും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചെന്ത് കഴിച്ച്, ഞങ്ങൾ ഒന്നും കഴിച്ചില്ല. അതായത് അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വേറെ ഭക്ഷണമൊക്കെ തന്നു. നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ വണ്ടി നന്നാക്കി തരാം, ഇവിടുന്ന് അവിടെ വരെ പോലുള്ള ഡീസലും തന്നോളാം, നിങ്ങളെ ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞു. ഏതായാലും അവർ ഞങ്ങളുടെ വണ്ടിയെ തന്നെ കയറി ഞങ്ങളെ അവരാക്കാനിടയെ തീർന്നു. ആ സാറ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് മുജാഫർപൂരിൽ പ്രവർത്തിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വരണം, എന്നോട് വിവരം അറിയിച്ചേക്കണം, ഞാൻ നിങ്ങളോട് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഒരു കൂട്ടായ്മ ദൈവം അവിടെ തന്നു. ദൈവം ഒരുക്കുന്ന വഴികളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ അനേക അനുഭവങ്ങൾ ജീവിതത്തില് കർത്താവ് നൽകി നടത്തി കഴിഞ്ഞ 35 വർഷത്തിനിടെ അനേക വിഷയങ്ങൾ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങള് ബത്തിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബീഹാറിൽ പ്രവർത്തിക്കുമ്പോൾ, ബത്തിയ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വനപ്രദേശമാണ്. അത് നേപ്പാളിന്റെയും UP-യുടെ ഒക്കെ ബോർഡറാണ്. അവിടെ ഒരു 10-25 കിലോമീറ്റർ വനമാണ്. ഞങ്ങൾ ബത്തിയായി പ്രവർത്തിക്കുമ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ദേവദാസന് സഹോദരന്മാരെ, നിങ്ങൾ ഈ ടൗണിലൊക്കെ പ്രസംഗിക്കുള്ളൂ, എവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര വനപ്രദേശമാണ്, അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്, അവരോടൊക്കെ നിങ്ങൾ സുവിശേഷം പറയാൻ പറഞ്ഞു. ഞങ്ങളെ പറഞ്ഞ അവിടെയുള്ള ബത്തിയയിലെ ഒരു വലിയൊരു ആർച്ച് ചർച്ച് ഉണ്ട്, അവിടുത്തെ ഒരു ക്രിസ്ത്യൻ സഹോദരനായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം, ഞങ്ങൾ വരാം, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളവിടെ പോകാനായിട്ട് ഒരുങ്ങി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ സ്ഥലം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. കാര്യം ഉഗ്രവാദികളുടെ സ്ഥലങ്ങളാണത്. കാര്യം ബീഹാറിന്റെയും അതുപോലെ തന്നെ UP-യുടെയും നേപ്പാളിന്റെ ഒക്കെ ബോർഡർ ആയതുകൊണ്ട് പോലീസിൽ പിടികൊടുക്കാൻ നിൽക്കുന്ന വലിയ ഗ്രൂപ്പുള്ള സ്ഥലങ്ങളാണ് അവിടെ. ആ സ്ഥലത്തൂടെ പകൽ പോലും വണ്ടികൾ പോകാറില്ല. കാര്യം ആ സ്ഥലത്തൂടെ യാത്ര ചെയ്യാൻ എല്ലാവരും ഭയപ്പെടുന്ന സ്ഥലമാണ്. ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ ആവശ്യപ്പെട്ട്, നിങ്ങൾ രാത്രി ഫിലിം ഷോ കാണിക്കാൻ. കാര്യം അവർ യേശുവിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല, യേശുവിനെ കുറിച്ച് അറിയത്തുമില്ല.
ഉറാ ഭാഷ സംസാരിക്കുന്നതായ ആദിവാസികളാണ്. ഞങ്ങൾ അവരുടെ മധ്യത്തിൽ അന്ന് രാത്രി ഫിലിം ഷോ കാണിക്കാൻ ഒരുങ്ങി. അങ്ങനെ ഫിലിം ഷോ കാണിക്കാൻ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു. സെറ്റെല്ലാം ചെയ്ത് രാത്രി 6-6:30 ആയപ്പോഴും ആൾക്കാരൊന്നും വരുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ അടുത്തുള്ളവർ ചോദിച്ചു എന്തുകൊണ്ടാണ് ആൾക്കാർ വരാത്തത്. ആരും പറഞ്ഞു ഇവിടെ 6 മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ വെളിയിലോട്ട് ആരും ഇറങ്ങത്തില്ല, ഒത്തിരി പ്രശ്നമുള്ള സ്ഥലങ്ങളാണ്, പോലീസിന്റെ മാത്രം വണ്ടി രാത്രി ഓടത്തിലൂടെ. അങ്ങനെ ഞങ്ങള് നോക്കിയപ്പം വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ട് രാത്രിക്ക്. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് ഒത്തിരി ദൂരെ ഞങ്ങളൊരു വെട്ടം കാണുവാണ്, ഒരു വണ്ടിയുടെ വെട്ടം. അന്നേരം പലരും പല കാര്യം പറയാൻ തുടങ്ങി. അവർ പറഞ്ഞു ചിലപ്പം ഉഗ്രവാദികൾ ആരെങ്കിലും തടഞ്ഞതായിരിക്കും, വല്ല വണ്ടികൾ വന്നിട്ട് അല്ല അവരുടെ വണ്ടി ആയിരിക്കും, പലതിലും ആൾക്കാർ പറയാൻ തുടങ്ങി. ഞാൻ ഒത്തിരി ചിന്തിക്കാണ്ടേ തീർന്നു. അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി, ഞങ്ങളുടെ സാധനങ്ങൾ ഇതെല്ലാം മോഷ്ടിക്കുമോ, അതൊക്കെ പറയാനിടേ തീർന്നു. ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ വണ്ടി പതിയെ നീങ്ങി ഞങ്ങളുടെ അടുത്തെത്തി. ആ വണ്ടി എത്തിയപ്പോൾ അതിൽ പോലീസ് ജീപ്പായിരുന്നു, അവര് പെട്രോളിംഗ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് അവരുടെ വണ്ടിയുടെ ടയർ പഞ്ചർ ആയതുകൊണ്ട് അവർ വണ്ടി ഇട്ടിരിക്കുമായിരുന്നു അവിടെ. പതിയെ ആ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ അടുത്ത് വന്നു. വെട്ടം കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ടയർ മൊത്തം പൊട്ടിപ്പോൾ അവർക്കും പേടിയായി. കാര്യം അവിടെ നിർത്തി അട്ടായിക്കൊണ്ടായി. ഈ സമയത്ത് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ വണ്ടി ഞങ്ങൾക്ക് തരണം, ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടണം എന്ന് പറഞ്ഞു തിരിച്ച്. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവിടാം, പക്ഷെ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ ഫിലിം ഷോ കഴിയുന്നതിനും വരെ ഞങ്ങളെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലും കൊണ്ട് എത്തിക്കണം എന്ന് പറഞ്ഞു. ഏതായാലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങളോട് 4 പോലീസുകാരെ അവിടെ നിർത്തി. അതിന് ശേഷമായിട്ട് വണ്ടി കൊണ്ടുപോയി അധികാരികളെ കൊണ്ട് അവർ ഓഫീസിലാക്കി. തിരിച്ച് ഫിലിം ഷോ കഴിഞ്ഞതിന് ശേഷമായിട്ട് പോലീസുകാർ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളുടെ വീടുകളിൽ കൊണ്ട് എത്തിക്കേണ്ടത്. അങ്ങനെ പല അനുഭവങ്ങൾ, പല അനുഭവങ്ങളുടെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ 8 വർഷത്തോളം ഗ്രാമങ്ങളിലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കാൻ ദൈവം ഇടയാക്കി. ഇതെല്ലാം തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു സ്വപ്നമായിട്ടൊക്കെ തോന്നിപ്പോവാണ്. കാര്യം എന്നിലൂടെ ഇതെല്ലാം സംഭവിച്ചോ, ദൈവ വഴിയിലൂടെ എന്നെ നടത്തിയോ, ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകണം. കാര്യം അതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ അനേക വിഷയങ്ങൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഫിലിം ഷോ കാണിക്കാൻ രാത്രി പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും എത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന്. അവർ ഇവിടുന്ന് 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലമാണ്, വണ്ടി പോകും. പക്ഷെ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2-3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ ഓടിയാൽ വണ്ടി എത്തിയല്ല. അവർക്കറിയത്തില്ല കിലോമീറ്റർ ഒക്കെ എന്തരയാണ്. ഞങ്ങൾ ചോദിക്കും വണ്ടി പോകുന്ന റോഡാണോ? ആ വണ്ടി പോകുന്ന റോഡാ എന്ന് പറഞ്ഞാൽ ട്രാക്ടറൊക്കെ ഓടിയ റോഡുകളായിരിക്കും ഈ പറയുന്നത്. പലപ്പോഴും ഞങ്ങളെ അവർ കൊണ്ടുപോയി വനത്തിന്റെ ഉള്ളിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. വനത്തിനുള്ളിൽ ചെന്നാക്കിയിട്ട് ഞങ്ങൾ രാവിലെ 11 മണി മുതൽ രാത്രി 5 മണി വരെ ബജാറിൽ നിന്ന് ഭജനം പറയുകയും ട്രാക്സ് വിതരണം ചെയ്യുകയും പുസ്തകം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ ബജാറുകളിലും പോയി. ആ കാലത്തെ മുഴുവൻ ചൂടെടുത്ത് കഴിയുമ്പോൾ നമ്മളങ്ങ് ക്ഷീണിച്ചു പോകും. പിന്നെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് പോകും. അതുപോലെ ചൂട് അവിടെയൊക്കെ. എന്നാൽ അത് കഴിഞ്ഞിട്ടാണ് രാത്രി ഫിലിം ഷോ കാണിക്കാൻ പോകുന്നത്. അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒട്ടും നിൽക്കാൻ പോലും മേല, അതേ സ്ഥിതിയിലേക്ക് പോകും. എന്നാൽ ചില സമയത്ത് ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ വനത്തിനുള്ളിലൊക്കെ ചെന്നിട്ട് പറയും ഇവിടുന്ന് അല്പം ദൂരെ പോയാൽ ഞങ്ങളുടെ വീട്ടിലെത്തുള്ളൂ. അങ്ങ് ചെല്ലുമ്പോഴത്തേനും രാത്രി 10 മണിയൊക്കെ ആവും. വെട്ടവും വെളിച്ചമൊന്നും ഇല്ല, എന്തായാലും ചെറിയ വെട്ടമൊക്കെ ആണ്. ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും. അതല്ല അങ്ങനെ പോയി അവിടെ പോയി ഫിലിം ഷോ കാണിക്കും. ഫിലിം ഷോ കാണാൻ വരുന്നതോ ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. കാര്യം അന്നൊന്നും അവിടെയൊന്നും ഫിലിം ഷോ അങ്ങനെയുള്ള ഒന്നും ഇല്ല. ഇതൊക്കെ അവർക്കൊരു പുതുമയായിട്ടാണ് കാണുന്നത്. ആ സമയങ്ങളിൽ എല്ലായിടത്തും ജനം ഓടിക്കൂടുകയും വന്നു കൂടുകയും വളരെ ഒരു ആത്മീയ അന്തരീക്ഷത്തിലൂടെ ഒക്കെ ഫിലിം ഷോ കാണിക്കാനിട. അങ്ങനെയുള്ള പല അനുഭവങ്ങളുടെ ദൈവത്തിന്റെ കർത്താവിന്റെ വചനം അറിയിക്കുവാൻ കഴിഞ്ഞ 8 വർഷത്തോളം ടീമായിട്ട് പ്രവർത്തിച്ചു. അതിന് ശേഷമായി എൻ്റെ കല്യാണം നടക്കുവാനിടെ തുടർന്ന് കല്യാണം നടക്കുവാനും എനിക്ക് 30-ാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. കാര്യം എൻ്റെ വീട്ടിലെ എൻ്റെ സഹോദരി സ്വരങ്ങളുടെ എല്ലാം കല്യാണം കഴിഞ്ഞിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ചിന്താഗതിയായിരുന്നു. ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഞാൻ വിവാഹം കഴിച്ചു വന്നു കഴിഞ്ഞാൽ എവിടെ താമസിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, ഞാൻ തനിച്ചാരും ടീമിലായിരിക്കുന്നല്ലോ. അതുപോലെ സമർപ്പണത്തോടെ നിൽക്കുന്ന വ്യക്തി എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനോടൊരു മനസ്സൊന്നും കാണിക്കാതെ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കും. പിന്നെ ദൈവത്തിന്റെ ആലോചന പ്രകാരം ഒരു സമയത്തിന് 2001 എൻ്റെ കല്യാണം നടക്കുവാനിടയെ തീർന്നു. അതിന് ശേഷമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് തിരിച്ച് റാഞ്ചിലേക്ക് കടന്നു വന്നു, ജാർഖണ്ഡില്. അതിനുശേഷമായിട്ട് ദൈവം ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു തന്നു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദർശനം തന്നു. അങ്ങനെ ഞങ്ങൾ കുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് 4 വർഷത്തോളം ഞങ്ങളിവിടെ പ്രവർത്തിച്ചു. 4 വർഷം ഈ സ്ഥലത്ത്. ഇവിടെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ചുറ്റുപാട് താമസിക്കുന്ന എല്ലാം മുണ്ട സംസാരിക്കുന്നതായ
ആദിവാസികളാണ്, ഗോത്രങ്ങളാണ്. അവർക്ക് മുണ്ടാരി ഭാഷയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഹിന്ദി അറിയത്തുള്ളൂ, മുണ്ടാരി ഭാഷ അറിയില്ല. എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ എന്നും രാവിലെ ഞായറാഴ്ച ഞങ്ങൾ രണ്ടുപേരും ഇന്ന് പ്രാർത്ഥിക്കും, വെള്ളിയാഴ്ച ഞങ്ങൾ രണ്ടുപേരും ഇന്ന് പ്രാർത്ഥിക്കും, രാത്രിയും പലർക്കും ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യ സമയങ്ങളിൽ ഒരു ടീം ഉണ്ടായിരുന്നു, വണ്ടിയെല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ടീമെല്ലാം തിരിച്ചുപോയി. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ ദേശത്ത് നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നെങ്കിൽ നിന്റെ പ്രവൃത്തി ദേശത്ത് നിന്ന് വെളിപ്പെടുത്തണം. ഞങ്ങൾക്ക് ഭാഷകളുടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കാലാവസ്ഥ, ആൾക്കാരുടെ ജീവിത ശൈലികള്, അവരോട് ഇണങ്ങിച്ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവകൃപ നൽകണമേ ഞങ്ങൾ രണ്ടുപേരൊന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 4 വർഷം പ്രവൃത്തി കഴിഞ്ഞിട്ടും വേണ്ടതുപോലുള്ള ആത്മാക്കളെ നേടുവാനോ പ്രവർത്തനം വിശാലപ്പെടും ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെട്ടില്ല. ഹൃദയത്തിൽ ഒത്തിരി ഭാരം തോന്നി. ഞങ്ങളുടെ വലിയ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റായി കളയുകയാണ്, അതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കണ്ട, ഇവിടെ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. എന്നാൽ തുടരെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ദൈവം അത്ഭുതം ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ജർക്കനിലേക്ക് ഇവിടെ കുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ആദ്യമായി പ്രവർത്തനത്തിന് വരുമ്പോഴേ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, കിടക്കാൻ പോലും ഒരു സാധനമില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട പോലെ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ദൈവം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തത്, ഞങ്ങൾ ആദ്യം വന്ന് താമസിച്ച വീട്ടിലുള്ള ആ വീട്ടുകാര് അവരുടെ കംപ്ലീറ്റ് ടിവിയും ഫോണും, അന്ന് ലാൻഡ് ഫോണാണ്, അവരുടെ 2-3 കട്ടിലും അവരുടെ എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് തന്നിട്ട് അവർ റാഞ്ചിലേക്ക് പോകാനിടയെത്തും. ഞങ്ങൾ അവരുടെ സാധനങ്ങളെല്ലാം 4 വർഷം അവിടെ ഉപയോഗിച്ചു. അതിന് ശേഷമായിട്ട് അവിടെ നിന്ന് വേറെ വീട്ടോട്ട് ഞങ്ങൾ മാറി. അത് നല്ലൊരു വീട് ദൈവം തന്നു. അവിടുന്ന് ശേഷമായിട്ടൊരു വീട് കിട്ടി, വലിയൊരു വീടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അവരുടെ എല്ലാ സാധനങ്ങളും കൂടി ഞങ്ങൾക്ക് ആ വീടിൽ ലഭിച്ചു, വലിയൊരു വീട്. അങ്ങനെ അവിടെ പ്രവർത്തിച്ചു. അവിടെ ആ വീട്ടിൽ 10 വർഷം താമസിച്ചു. അന്നേരമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, ഈ ദേശത്തേക്ക് നീ ഉണ്ടെന്നെങ്കിൽ ഇവിടെ ഇതിന്റെ വേല വെളിപ്പെട്ട് വരട്ടെ എന്ന്. അങ്ങനെ ദൈവം പ്രവർത്തിച്ച് ഇന്ന് 4 സ്ഥലങ്ങളിലെ ആരാധനയുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ വന്നതിന് ശേഷം പല ഹിന്ദുക്കളിൽ നിന്നും ആദിവാസികളിൽ നിന്നും പല ഗോത്രത്തിൽപ്പെട്ട ആൾക്കാര് രക്ഷയിലേക്ക് ഒരു ഇടയിൽ തീർന്നു. ദൈവം വിശാല വരുത്തി. ചർച്ചൊക്കെ ഞങ്ങൾ വിശ്വാസത്തോടെ തന്നെ പണിതാണ്. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം കണ്ടാണ്. അതൊക്കെ പറയാൻ അനേക ചരിത്രമുണ്ട്. ഞങ്ങളൊരു കിണർ ആദ്യം കുത്തി. കിണർ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പൈസ ഒന്നുമില്ല, ഞങ്ങൾ തന്നെ കുത്തുന്നു. എന്നും 15 രൂപ വെച്ച് വരും വിശ്വാസികള്, അവർ കിണർ കുത്തും. അങ്ങനെ കിണറെല്ലാം കുത്തി തയ്യാറായി കഴിഞ്ഞപ്പോൾ കെട്ടാൻ കല്ലില്ല. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അടി തൊട്ടേ കെട്ടിക്കയറണം. ഇവിടുത്തെ മണ്ണെങ്ങനെയാ, മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇടിഞ്ഞു വന്നു പോകും. അങ്ങനെ കെട്ടിക്കയറണം. അന്നേരം ഒരു മെയ് മാസമായിരുന്നു, മഴയൊക്കെ കൊയ്യാൻ തുടങ്ങി. അടുത്തൊക്കെ ഉള്ള ആൾക്കാർ ഒന്ന് ചോദിച്ചു, മഴ പെയ്ത് കഴിഞ്ഞാൽ കിണർ മൊത്തം ഇടിഞ്ഞു പോലെ, എങ്ങനെ നിങ്ങൾ കല്ലൊന്നും ഇറക്കാതെ കെട്ടുന്നത് എങ്ങനെയാ, കല്ലിറക്കിയിട്ടില്ല വരുന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ എൻ്റെ പൈസ ഒന്നുമില്ല. അതെല്ലാം ഒരു വിശ്വാസത്തോടെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ ആ സമയത്ത് ഒരു വ്യക്തി, അങ്ങനെയൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ആ സഹോദരൻ അമേരിക്കയ്ക്ക് പോയി. അമേരിക്കയ്ക്ക് ചെന്ന് തനിക്ക് ജോലി ലഭിച്ച സമയത്ത് അവരുടെ ദൈവാസനോട് ചോദിച്ചു, എനിക്ക് ആദ്യം പൈസ കിട്ടി, ഈ പൈസ ആർക്ക് കൊടുക്കണം? എന്നാലും ആ ദൈവാസൻ പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അത്രയും കറക്റ്റ്, ഞങ്ങൾക്ക് അത്രയും പൈസയുടെ ആവശ്യമുള്ള സമയത്താണ് ആ ബ്രദർ എന്നെ വിളിച്ചിട്ട്, എനിക്ക് അവരുടെ ഓർമ്മ പോലുമില്ല, ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു, കുറച്ച് പൈസ തരാൻ ആഗ്രഹിക്കുന്നു, അത് എനിക്ക് വേണ്ടി തരികയായിരുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനവും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സഹോദരൻ 20,000 രൂപ അയച്ചു തന്നു. അത് അയച്ചു തരുന്നത് 2015 ആ സമയത്ത് ഞാൻ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ പോയി കല്ലെല്ലാം മേടിച്ചോണ്ട് വന്ന് പെട്ടെന്ന് കിണർ കെട്ടിത്തീർന്നു. അതുപോലെ ചർച്ച പണിയുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, വിശ്വാസത്തോടെ തുടങ്ങി. ദൈവം പണിയുവാനുള്ള കൃപ നൽകി. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഞങ്ങൾ ചർച്ചിൽ ഗ്രാമത്തില് മണ്ണുകൊണ്ട് 2 ചർച്ച ഉണ്ടാക്കി. 20 അടി വീതി 40 അടി നീളത്തില് കർത്താവിന്റെ അത്ഭുതങ്ങളെ കാണുവാനിടയിൽ തീർന്ന് അനേക സ്ഥലങ്ങളില് അനേകരെ ദൈവത്തിന് വേണ്ടി എനേൽപ്പിക്കുവാൻ, അനേകരെ സ്ഥാനപ്പെടുത്തുവാൻ, അനേക ചെറുപ്പക്കാരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനേൽപ്പിക്കുവാൻ കർത്താവ് എനിക്ക് വലിയ ഭാഗ്യം നൽകി. ഞാൻ ഇന്നും ഓർക്കുന്നു അന്നത്തെ ആ സമർപ്പണം, അന്നത്തെ ആ ദൈവത്തോടുള്ള അടുപ്പം. അത് പിന്നീട് ദൈവം അനുഗ്രഹത്തിലേക്കും അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ ഉള്ള ഭാഗ്യം നൽകി. എന്നെ സംബന്ധിച്ച് എന്നെ കേരളത്തിൽ ആർക്കും അറിയില്ല, വേറെ ആരുമായിട്ടും അറിയുന്നില്ല. കാര്യം നമ്മൾ ഈ സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും ജനിച്ച ഇവിടെ തന്നെയാണ്. എൻ്റെ മൂത്ത മോന്റെ പേര് ജെരിമിയ എന്നാണ്, രണ്ടാമത്തെ മോള് ജെറീഷ, മൂന്നാമത്തെ മോന്
ജനിച്ചത്. എന്നാല് ഇളയ മോൻ ജനിച്ച സമയത്ത് ഞങ്ങളുടെ കൂടെ ആരും ഇല്ലായിരുന്നു. രണ്ടാൾ ട്രീറ്റ്മെന്റ് ലഭിച്ചില്ല. അങ്ങനെ അവന്റെ നടക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ 13 വയസ്സായി. എന്നാലും വളരെ ഭയങ്കരമായിട്ടുള്ള ശോധന അവസ്ഥയിലൂടെ കടന്നു. എന്നിലും ഇന്നും കുഞ്ഞുണ്ട്. അവന് ഇന്ന് 13 വയസ്സായിരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ദൈവം ഞങ്ങളെ അവനെ നോക്കുവാനുള്ള ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പഠനം കഴിഞ്ഞ് മുന്നോട്ടുള്ള പഠനത്തിനുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ എൻ്റെ ഞാൻ ചിന്തിച്ച് എന്ത് ചെയ്യും കർത്താവേ. ഇപ്പൊ എന്റെ കൃത്യം ഒരു ചിന്ത ഉണ്ടായി. നാളെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, പപ്പാ സുവിശേഷത്തിലേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ള തോന്നൽ ഉണ്ടാകരുത് ഒരിക്കലും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ദൈവം മൂത്ത മോനെ ഞങ്ങൾ കേരളത്തിൽ വിട്ടു. സാമ്പത്തികം അവിടെയാണ്, വീട്ടിൽ നിന്ന് പഠിക്കാന്നുള്ള ഇതിൽ അവന് കമ്പ്യൂട്ടർ സയൻസിന്റെ പഠനം കഴിഞ്ഞ ശേഷം സർക്കാരിൽ തന്നെ കിട്ടിയവന്. അതിനുശേഷമായിട്ട് അവൻ അതിന്റെ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. രണ്ടാമത്തെ മോള് അവളിപ്പം ബാംഗ്ലൂരിൽ നേഴ്സിംഗിന് പഠിക്കുന്നു. ഒന്നും കണ്ടോളൂ, ഇപ്പോഴും വിശ്വാസത്തോടെ മാത്രമാണ് നമ്മുടെ ചൂടുകള്. ഞാൻ നിന്ന പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പം എല്ലാ ഇത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ കർത്താവിനെ ആശ്രയിച്ച് ഈ ദേശത്ത് പ്രവർത്തിക്കുന്നു. ഇവിടെ കടന്നു വരുന്നവരൊക്കെ വളരെ പാവങ്ങളായ ജനങ്ങളാണ്. അവരെ സേവിക്കുവാനും സ്നേഹിക്കുവാനും അവരെ കർത്താവിനെ ഉപയോഗിക്കുവാനും ഇന്നത്തെ ആഗ്രഹം. ഇവിടുത്തെ ജനത്തെ തന്നെ നല്ല രീതിയിൽ സുവിശേഷം പറഞ്ഞ് അവരെ ഉറപ്പിച്ച് ആഗ്രഹിക്കുന്ന അവരിലൂടെ ഗ്രാമങ്ങൾ സുവിശേഷ നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ മൂന്നാല് സ്ഥലത്തായിട്ട് ഇപ്പൊ ഞങ്ങളുടെ കുടിവരകളുണ്ട്. എല്ലാം ലോക്കൽ സഹോദരന്മാർ തന്നെയാണ്. ഇപ്രകാരം ഞങ്ങളുടെ ശുശ്രൂഷ നടക്കുന്നു. ദൈവം ഞങ്ങളെ, എനിക്കും എൻ്റെ കുടുംബത്തിനും ഇത്രത്തോളം അനുഗ്രഹത്തോടെ ദേശത്ത് നിന്ന് പ്രവർത്തിക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകി. തീർച്ചയായിട്ടും ഈ രാത്രിയിൽ നിങ്ങളുടെ കൂട്ടത്തില് എൻ്റെ സാക്ഷ്യം അല്പം ഷെയർ ചെയ്യാനുള്ള ഭാഗ്യം നൽകിയത് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ദേവദാസിക്ക് എന്റെ നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വേറെ വൈഫായിരുന്നു ഡീന ജോർജ്, സാക്ഷിയൊക്കെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനത്തെ മുന്നോട്ടുള്ള ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർക്ക് പ്രാർത്ഥിക്കുക. ദൈവശക്തിയോട് ഉപയോഗിക്കട്ടെ. അനേക സ്ഥലങ്ങളിൽ വീണ്ടും പ്രവർത്തനം ഉണ്ടാകട്ടെ. ഇത്ര പറഞ്ഞ് ഈ സമയത്തിനുള്ളിൽ ഞാൻ സാക്ഷ്യം ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമേറിയ സാക്ഷ്യത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഉത്തരഭാരതത്തിലെ ആദ്യകാല സുവിശേഷത്തെക്കുറിച്ച് പാസ്റ്റർ പറഞ്ഞപ്പോ ഞാനും ഇവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ആദ്യകാലത്തിലെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. 1993, 94, 95 കാലഘട്ടങ്ങളിൽ അങ്ങനെ ഈ വില്ലേജിലെ ആദിവാസികളുടെ ഇടയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു. എത്രയോ സത്യമായ കാര്യങ്ങളാണ്. ഇന്ന് എത്രയോ ഫെസിലിറ്റികൾ ഉണ്ടായി. അന്ന് ഞാന് 98 ഛത്തീസ്ഗഡിൽ നിന്ന് പോരുമ്പോ അന്നും വിവസ്ത്രരായുള്ള ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഓരോ ബണ്ടിലല്ല, ബണ്ടിൽ കണക്കിന് തുണികൾ ഇവിടുന്ന് ശേഖരിച്ച് അന്ന് കൊണ്ട് കൊടുക്കുക. ആർക്കും തികയത്തില്ലായിരുന്നു. അതുപോലുള്ള ഒരക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ആളുകളായിരുന്നു. ഇന്നെല്ലാം മാറി ഒത്തിരി നല്ല നിലയിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചു. എതിർപ്പുകളും ധാരാളമായി. എങ്കിലും കർത്തദാസിനെ ഇത്രയും വർഷക്കാലം അവിടെ നിലനിൽക്കുവാൻ ദൈവം ഇടയാക്കിയതിനാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നത്. കാരണം നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ തുടർമാനം നിൽക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമല്ല. കാരണം അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ജീവിത ശൈലി, ഭക്ഷണക്രമങ്ങൾ, ഹല്ലേലൂയ, ഒക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുളവാക്കുന്നതാ. എങ്കിലും അവിടുത്തെ ആളുകളിൽ ഒരുവനെ പോലെ ജീവിക്കുവാൻ കർത്താവ് കൊണ്ടുപോയി. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാ. വഴിയിലിട്ടിട്ട് പോകാത്ത ദൈവം ഇന്ന് വരെയും നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെയും ഇത്രത്തോളം എത്തിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവനാമം നിങ്ങളിലൂടെ അധികമായി ജയമെടുക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് വരുവാൻ താമസിച്ചാൽ നമുക്കൊക്കെയും ഒരുമിച്ച് വീണ്ടും കാണുവാൻ ദൈവം ഇടയൊരുക്കും. ആമേൻ. വിശ്വസിക്കുന്നു. കർത്താവിന്റെ നാമം. ആമേൻ. പ്രിയ പ്രേക്ഷകരെ, കർത്തദാസനിൽ കൂടി വെളിപ്പെടുത്തി നിങ്ങൾ കേട്ടല്ലോ സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ. ഒത്തിരി പ്രതികൂലങ്ങളാണ് അവിടുത്തെ വേലകൾ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അടിയും എതിർപ്പും അന്നും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ 93, 94 ഹരിയാനയിലായിരിക്കുന്ന സമയത്തൊക്കെ പോത്തും വണ്ടിയെ വന്ന് നമുക്കിട്ട് ഉണ്ടക്കലിൻ്റെ അടുത്ത് എറിയുന്ന അവസ്ഥകള്.
അന്ന് RSSകാർ ഞങ്ങളൊരു ക്രൂസൈഡ് നടത്തിയപ്പം ട്യൂബ് ലൈറ്റുകൾ അടിച്ചു പൊട്ടിച്ച്, കസേരകൾ അടിച്ചു പൊട്ടിച്ച് ഞങ്ങളെല്ലാം ഓടിച്ച കാലഘട്ടം അന്നുണ്ടായിരുന്നു. ഇന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയട്ടെ, ദൈവ മക്കൾ കാല് ചവിട്ടുമ്പോൾ അവിടെ പിശാച് ഇളകും. ദൈവ പ്രവൃത്തിക്ക് തടസ്സമാക്കുവാൻ പിശാച് തുനിഞ്ഞു പരിശ്രമിച്ചാലും ദൈവം ഒരുവനെ അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവ പ്രവൃത്തി ചെയ്തേ മടക്കി അയക്കൂ. അത് മടക്കി അയക്കാനല്ല കൊണ്ടുപോയത്. കർത്താവ് അവിടുത്തെ ആ ഒരു അപ്പോസ്തോലനായിട്ടാണ് കർത്താവിന്റെ ദാസനെ അയച്ചത്. അതിശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നില്ല. കർത്തദാസിയും വളരെ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയാണ്. ഇരുവരും ചേർന്ന് നിന്ന് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ, ഇതുവരെയും പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററുടെ ബാല്യകാല അനുഭവങ്ങളൊക്കെ അല്പം പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും ദൈവം എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയാണ്, ഒരു യോനായെ താൻ വിളിച്ച വിളിക്കൊത്തവണ്ണം കൊണ്ടുവരേണ്ടതിന് എത്ര കഷ്ടത്തിലൂടെ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടക്കേണ്ടി വന്നതുപോലെ കർത്തദാസനെ എന്തെല്ലാം നിലകളിലൂടെ പഠിപ്പിച്ചു. ഇന്ന് ഈ ഉത്തര ഭാരതത്തിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ എന്തെല്ലാം ട്രെയിനിങ്ങുകളാണ് കർത്താവ് തന്നത്. എല്ലാറ്റിനായിട്ട് ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നും പ്രിയ പ്രേക്ഷകരെ, ഈ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകുന്നവരൊക്കെ ഇവരെ കാണണം, ഇവരോടൊത്ത് സഹകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മാലാവോളം പ്രോത്സാഹനങ്ങൾ അവർക്ക് നൽകി കൊടുക്കണം. കുഞ്ഞുങ്ങളൊക്കെ വലുതായി പഠിക്കുവാനൊക്കെ ധാരാളം ചിലവുകളുള്ള കാലഘട്ടമാണ്. ആകയാല് പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഈ സാക്ഷ്യങ്ങളൊന്നും കേട്ടുവിട്ട് പോകരുത്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്പർ ചോദിച്ചാൽ ഞാൻ നമ്പർ തരുന്നതായിരിക്കും. നമ്മുടെ ദൈവദാസീദാസന്മാരെ ഇന്ന് ഭാരപ്പെടുത്തുന്ന അന്തരീക്ഷമുള്ള സമയത്ത് നമ്മളാണ് കൈത്താങ്ങൽ. പ്രാർത്ഥനയാലും സഹായത്താലും ഒക്കെ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവീൻ, ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങൾ കർത്തദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന ദൈവനാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കടന്നു വരുന്ന ആരുടെയെങ്കിലും നമ്പറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ എന്നെ വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കാരണം അവർക്ക് മറ്റുള്ള വേദികളെ, മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെയും തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരമുണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരെ കോണ്ടാക്ട് ചെയ്യുവാൻ മറന്നു പോകരുതേ എന്നും ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. സ്തോത്രം. ഒരു നിമിഷം കർത്തദാസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ അനുഗ്രഹീതമേറിയ നിമിഷത്തിനായിട്ട് സ്തോത്രം. താവിന്റെ ദാസനും ദാസിക്കും ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾക്കും അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇതുവരെയും അപ്പാ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചല്ലോ. അനർഹമാകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് കർത്താവെ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള ദൈവമായി കൂടെ ഇരുന്നതിനായി സ്തോത്രം. വിവിധ ഇടങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ആദരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിലെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയ പാസ്റ്ററെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറാനാഥ.